ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ കയ്യെ കാലെ പിടിച്ച് ചോദിക്കുകയാണ്, നീ ഇന്നലെ എന്തിനാ അമ്പലത്തിൽ പോയിരുന്നത്? എന്താണ് നിന്റെ മനസ്സിൽ? ആദർശ് ഇത് ചോദിക്കും തോറും നയന തൻ്റെ ഡിമാൻഡ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയില്ലെന്ന് പറഞ്ഞാൽ പറയുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എത്രയൊക്കെ നിർബന്ധിച്ചാലും ഞാൻ പറയില്ല എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് വീണ്ടും വീണ്ടും ടെൻഷനായി. ഇവളിത് എവിടെ പോയതായിരുന്നു? അവളെന്തോ ഒരു വലിയ കാര്യം മനസ്സിൽ ഒളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല, പ്രവർത്തിക്കില്ല. ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ആദർശിനെ ശരിക്കും അറിയാം നയനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിങ്ങിപ്പൊട്ടലുണ്ടെന്ന്. ഈ സമയത്താണ് അവിടെ നമ്മുടെ നയന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആദർശ് കാണുന്നത്. അങ്ങനെ ആദർശ് കണ്ടു കഴിഞ്ഞപ്പോൾ നയന അവിടെ ആദർശിനെ കാണുന്നില്ല, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആദർശ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി. അപ്പം നയനെ അടുക്കളയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലായി. വേഗം തന്നെ ആദർശ് അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അടുക്കളയിലേക്ക് ആദർശ് ചെല്ലുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നയനയുടെ നാവിൽ നിന്നും അത് കേൾക്കുക എന്നുള്ളത് ഒരൊറ്റ ഉദ്ദേശമാണ്. നയന എന്തിനു വേണ്ടി ഇറങ്ങിപ്പോയി അത് അറിയാഞ്ഞിട്ട് ആദർശിന് ഒരു സമാധാനവും കിട്ടണില്ല. ആദർശ് എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പമ്മി ചെല്ലുക. അപ്പം കയറി വരുന്ന ആദർശിനെ നമ്മുടെ നവ്യ കണ്ടു, നയന കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നയനയ്ക്ക് അന്നേരം ഒരു ബുദ്ധി തോന്നിയത് ആദർശിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വേഗം ഒരു ബുദ്ധി തോന്നി. പെട്ടെന്ന് ഫോൺ എടുത്ത് കൂട്ടുകാരിയോട് സംസാരിക്കുന്നത് പോലെ നിന്ന് കാണിക്കുക. ഹലോ എടി, പറയടി, ആണോ, എന്നാ ഉണ്ടടി വിശേഷം, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട്, ആണോ നിൻ്റെ വീട്ടിൽ അത്രയ്ക്ക് പ്രശ്നങ്ങളാണോ? ഭർത്താവിനെ കൊണ്ടോ അമ്മായിയമ്മയെ കൊണ്ടോ ആണോ നിനക്ക് പൊറുതി മുട്ടിയിരിക്കുന്നത്? അവരാണോ നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും ആദർശ് ഇങ്ങനെ, ഇവളാരോടാ ഈ പറയുന്നേ? ഇവളെന്താ എന്നെ കളിയാക്കുവാണോ? അല്ലെങ്കിൽ ഇവൾ ആരോട് സംസാരിക്കുന്നത്? അങ്ങനെയൊക്കെ നിന്ന് ചിന്തിക്കുന്നു. ഓ, ഭർത്താവും അമ്മായിയമ്മയാണോ നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? ഒരു കാര്യം ചെയ്യുക, അങ്ങനെയെങ്ങാനും നിന്നോട് അവരെന്തെങ്കിലും ഉപദ്രവം കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള തക്ക ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ഫോണിലൂടെ പറയണം. ഒരു കാര്യം ചെയ്യുക, അവർ നിനക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ നീ മുന്നോട്ട് പോകാൻ നോക്ക്, കേസ് കൊടുക്ക് അവരുടെ പേരിൽ. ഇനി എന്നിട്ടും അവർ നിന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ വിടുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട്. അയാളാണോ നിനക്ക് സ്വസ്ഥത തരാത്തത്? ഓ, അയാളെ കൊണ്ട് അത്രയ്ക്ക് പൊറുതിമുട്ടി നിൽക്കുകയാണെങ്കിൽ അയാളെ അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ തുറച്ച് നോക്കുവാണേ, കൊല്ലാനോ? ഇവൾ ഇതിന് മാത്രമൊക്കെ പറയേണ്ട കാര്യമിരിക്കുന്നേ. അങ്ങനെയൊക്കെ ആദർശ് നിന്ന് ചിന്തിക്കുക. അപ്പോൾ ആദർശ് ഇതൊക്കെ കേട്ടോട്ടെ, ഒന്ന് പേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നയന ഇതൊക്കെ പറയുന്നത്. ആദർശിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആദർശ് പേടിച്ച് വരച്ച് ശരിക്കും നിൽക്കുന്നു. നയനയാണെങ്കിൽ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി ആദർശിനെ പേടിപ്പിച്ച് ഒരു പരുവത്തിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്ന് ആദർശ് ഇതെല്ലാം കേട്ടു, ഞാൻ ഫോണിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇനിയും ഇവിടെ നിന്നാൽ പന്തിയല്ല, ഇവൾ ചിലപ്പോൾ എന്നെയും കൂടെ കൊന്നുകളയും എന്നും പറഞ്ഞ് ആദർശ് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ ആദർശ് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ നയനയ്ക്ക് ശരിക്കും ചിരി വന്നു. നയന ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക. ആദർശ് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കൊടുക്കേണ്ട ഡോസ് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ നയനെ അവിടെ നിൽക്കുന്നു. ആദർശ് പോകാൻ നേരത്തും ഇങ്ങനെ തിരിഞ്ഞ് നയനെ നോക്കിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ, അതായത് ജലജയും ഈ പറയുന്ന നമ്മുടെ ദേവയാനിയും കൂടെ നിന്ന് സംസാരിക്കുക. ഇവർ നോക്കുമ്പോൾ ആദർശ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്, പ്രത്യേകിച്ച് ജലജ. അപ്പം കിട്ടിയ അവസരമാണല്ലോ, ഒരു പണി ഏട്ടത്തിക്ക് കൊടുക്കാനുള്ളതായി എന്ന് വിചാരിച്ചുകൊണ്ട് ആശാത്തി ഇങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ നിൽക്കും. എന്നിട്ട് അടുത്തേക്ക് അങ്ങ് ചെന്നു. കണ്ടോ ഏട്ടത്തി കണ്ടോന്ന് ചോദിച്ചു. എന്ത് കണ്ടോന്ന്? ഞാനൊന്നും കണ്ടില്ല. ഏട്ടത്തിയുടെ മകൻ ഇപ്പോൾ ദേ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ? അവൻ അടുക്കളയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും, അതിന് നീ എന്തിനാ അതിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ, വിവാഹത്തിന് മുൻപ് അവൻ അടുക്കളയുടെ പരിസരത്ത് വന്നിട്ടുള്ളതായിട്ട് ഏട്ടത്തിക്ക് അറിയാവോ? അവൻ അടുക്കളയിൽ കയറില്ല, ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും അവൻ ആരോടെങ്കിലും ചോദിച്ച് മേടിച്ച് കുടിക്കത്തേ ഉള്ളൂ. അവനാണിപ്പോൾ ഭാര്യ വന്നതിന് ശേഷം അടുക്കളയിൽ നിന്ന് ഇറങ്ങാതെ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ദേവയാനിയെ ചൊടിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരും, അത് വേറൊരു സത്യം. പക്ഷേ ഇത്തവണ എന്തോ ദേവയാനി അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരൊപ്പം നിന്ന് കൊടുത്തില്ല. അവൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അടുക്കളയിൽ പോയതായിരിക്കും, അതിനുവേണ്ടി അവൻ്റെ ഭാര്യ അവിടെ ഉണ്ടെന്ന് കരുതി നീ ആവശ്യമില്ലാത്തതൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടെന്ന് ദേവയാനി പറഞ്ഞു. നിൻ്റെ മകനും അല്ലെങ്കിൽ നിൻ്റെ മരുമകളും അവരും ഒരുമിച്ച് യാത്ര പോവുകയും ആരോട് പറയാതെ പോവുകയും അതുപോലെ റൂമിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്താ നീ അതിനൊന്നും കുറ്റം കാണുന്നില്ലേ എന്ന് ദേവയാനി ജലജയോട് ചോദിക്കാം. അവർ രണ്ടുപേരും അങ്ങനെയൊന്നും അല്ലല്ലോ, അവൻ അവളോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല
അവൻ എങ്ങനെയൊക്കെയോ സഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നീ പറയുന്നു. അന്ന് അവളെ കാണാതെ പോയ സമയത്ത് അമ്മയും മകനും കിടന്ന് വെപ്രാളം കൂട്ടുകയായിരുന്നല്ലോ. അവളെ കണ്ടില്ലെന്നും പറഞ്ഞു. അവൾ വരാതെ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ലെന്നാണല്ലോ നിന്റെ മകൻ പറഞ്ഞത്. എന്താ അതൊക്കെ നീ മറന്നു പോയോ? അവളെ കാണാതായപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹമൊന്നും അവൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ കാണുന്നില്ലല്ലോ. അവളുടെ ഒരു കാര്യങ്ങളും നോക്കാൻ പോലും നീ ഉത്തരവാദിത്വം കാണിക്കുന്നില്ലല്ലോ. അവളുടെ എന്തെങ്കിലും ഒരു കാര്യം നീ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എന്താണ് ചെയ്യേണ്ടത്, ഇതെന്തെങ്കിലും നീ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പറയുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും. അവളെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നിനക്കൊന്നും അവളെ പിടിക്കില്ല. ഇവറ്റകളൊക്കെ എങ്ങനെ പിടിക്കാനായിട്ടെത്തി? അവളെ കാണാതായപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു പോയോ എന്നുള്ള ഒരു പേടി കൊണ്ട് പറഞ്ഞു പോയത് അല്ലെങ്കിൽ ചോദിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. നീ നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്ത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഡയലോഗും കാര്യങ്ങളും ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനെ ഇങ്ങനെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തിട്ട് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് കുടിക്കാനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ സമയം വളകാപ്പിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ദേ നടക്കുകയാണ് നമ്മുടെ നവ്യക്കാണെങ്കിൽ ആകെ വെപ്രാളം കയറി. ദൈവമേ, ഇനി എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള പേടിയാണ്. എങ്ങനെയെങ്കിലും ഈ വളകാപ്പ് ചടങ്ങ് മുടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മുടെ നവ്യ. അപ്പോൾ എല്ലാവരും ചേർന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഹോളിൽ. അപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നവ്യ അതുവഴി വരുമ്പോൾ ഈ നവ്യ പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീഴുന്നു. നവ്യ കുഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ. അപ്പോൾ നവ്യ അത് കുഴഞ്ഞു വീഴുകയും നയനെ അവിടുന്ന് വരികയും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് നയനെ ഓടി വന്ന് ചേച്ചിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെന്നു. പിന്നെ ആദർശ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാവരും നവ്യ കുഴഞ്ഞു വീണത് കണ്ടു. എന്തെങ്കിലും പറ്റിയോ മോളെ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്ന് ഓടി വന്നു. അപ്പോഴേക്കും നയനെ പിടിച്ച് ഏൽപ്പിച്ചല്ലോ. നയനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നയനയോടായി കലി നവ്യയ്ക്ക്. നീ എന്തിനാ എന്നെ പിടിക്കാൻ പോയെന്ന് ചോദിച്ചു. പിന്നെ ചേച്ചി ഇവിടെ കുഴഞ്ഞു വീണ ചേച്ചി പിടിച്ച് എഴുന്നേൽപ്പിക്കണ്ടേന്ന് ചോദിക്കുകയാണ് നയന. ഞാൻ കുഴഞ്ഞു വീണ ഇവിടെ കിടന്നോളും, നിനക്കെന്താ ചെയ്തം എന്നും ചോദിച്ച് നവ്യ നയനയോട് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ ചോദിച്ചു, നീ എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ വീഴുന്നതൊന്നും നല്ലതിനല്ല, അതൊന്നും ശരിയാവില്ല. ഒരു കാര്യം ചെയ്യുക, മോള് ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നവിക്ക് ഭയങ്കര കലിവ്. തള്ള തോട്ടങ്ങി ഉപദേശമായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ചേച്ചി അറിയാതെ വന്നപ്പോൾ വീണതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം നയനെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഹോസ്പിറ്റലിൽ വല്ലതും പോണോ മോളെ എന്ന് ചോദിച്ചു വരും. അപ്പോൾ വേണ്ട പോവണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട നവ്യയ്ക്ക്. അപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ അത് ആ വഴിക്കൊക്കെ കുറേ അങ്ങ് ഇറക്കി. എന്തായാലും നവ്യയെ പിന്നെ അങ്ങോട്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു എല്ലാവരും കെയർ ചെയ്യും തോറും നവ്യയ്ക്ക് പേടിയായിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവരും അടുത്ത് ഇടപഴകുമ്പോൾ എങ്ങാനും വയറിൽ കെട്ടിവെച്ചിരിക്കുന്ന സാധനമൊക്കെ കണ്ടാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമല്ലോ, അതിൻ്റെ പേടിയും കാര്യങ്ങളും. അപ്പോൾ അവൾക്ക് പേടി, അവൾക്ക് കുഴപ്പമൊന്നും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് ജലജ കാണിക്കുമ്പോൾ ഇപ്പം നിനക്കെന്താ നിൻ്റെ കൊച്ചുമോനോട് അല്ലെങ്കിൽ കൊച്ചുമോളോടൊന്നും സ്നേഹമില്ലേ എന്നിങ്ങനെ ചോദിച്ചു. നിൻ്റെ പേരക്കുട്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടു പോകുന്നു വാ വിട്ട് കരഞ്ഞ നീ എന്താ ഇപ്പം ഈ രീതിയിൽ സംസാരിക്കുന്നത്, നിനക്കെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ജലജയോട് ചോദിക്കുക. അപ്പോൾ അവൾക്ക് വീണിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് ഡയലോഗ് അത് ജലജ വേറെ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം നയന പറഞ്ഞു, ചേച്ചി റൂമിൽ പോയിരുന്നൊന്ന് വിശ്രമിക്കുക, ഞാൻ കൊണ്ടുപോയി കിടത്താം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തന്നെ പൊക്കോളാവെന്ന് പറഞ്ഞു. അത് വേണ്ട, മോള് കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തന്നെ പറഞ്ഞു നയനയോട്. അപ്പോൾ നയന ഇങ്ങനെ നവ്യയെ പിടിച്ചു കൊണ്ടുപോയി റൂമിൽ കിടത്താനായിട്ട് പോണു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചേട്ടത്തിക്കും അനിയത്തിക്കും കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നയന ആ ഒരു കാര്യം പറഞ്ഞത്. എന്താണ് നവ്യയുടെ പ്ലാൻ, മുന്നോട്ട് എന്താണ് നവ്യ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണ്ടേ. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടോ അല്ലെങ്കിൽ വളകാപ്പ് ചടങ്ങ് നടത്തിയിട്ടോ ഇതൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അനന്തപുരിയിൽ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് ആദർശ് വീണ്ടും നയനയുടെ മനസ്സിലിരിപ്പ് എന്താണ് അല്ലെങ്കിൽ നയന എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാഞ്ഞിട്ടുള്ള ഒരു ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നടക്കുന്നു. മകൻ്റെ വെപ്രാളവും ഇതെല്ലാം കണ്ട് ദേവയാനിക്ക് ദേഷ്യം കയറി. ദേവയാനി ഇങ്ങനെ ഇരിക്കുന്നു, ദേവയാനി ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ട് ജലജ തൊട്ടടുത്തുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തായാലും തന്നോട് ആ തെറ്റ് ചെയ്ത ആദർശിന് നയന വിധിക്കുന്ന ശിക്ഷ അതിഗംഭീരമായ ശിക്ഷയാണ്. അടുക്കളയിലിട്ട് ശരിക്കും
പെരുമാറി ആദർശിനെ നയന. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങൾ കാണാനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. താങ്ക്